മനു പോയതിനു ശേഷവും അവരാ കുന്നിൻ പ്രദേശത്ത് തന്നെ നിന്നു. എന്താ ഉദ്ദേശം? വീട്ടിൽ പോകണ്ടേ? തണലത്താണ് നിൽക്കുന്നതെങ്കിലും ചൂട് കാറ്റാ വീശുന്നത്. കുറച്ചു നേരം ഇവിടെ ഇരിക്കടി. വീട്ടിൽ പോയാൽ ബോറടിച്ചിരിക്കണം. എപ്പോഴും റൂമിനുള്ളിൽ തന്നെ അടച്ചിരിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? കുറച്ച് പുറത്തുകൂടെ ഇറങ്ങി നടന്നൂടെ? പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, വെറുതെ നടക്കുകയും ചെയ്യാം. അവിടുത്തെ പോലെ പുറത്തിറങ്ങി അപ്പുറത്തെ വീട് കാണാൻ എന്ന പോലെയല്ല ഇവിടെ. പൂമുഖത്ത് കുറച്ചു നേരം ഇരുന്നാൽ തന്നെ മതി കാഴ്ചകൾ കാണാൻ. മരങ്ങളിൽ വന്നിരിക്കുന്ന അണ്ണാന്മാരെയും പക്ഷികളെയൊക്കെ കണ്ട് ഇരുന്നൂടെ? എനിക്ക് മരങ്ങളിൽ വന്നിരിക്കുന്ന പക്ഷികളെ അണ്ണാന്മാരെ അല്ല കാണേണ്ടത്, നിന്നെയാ. അവിടെ ചെന്നാൽ നീ കിച്ചണിൽ തന്നെ ആയിരിക്കില്ലേ? ഇല്ല, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കാം. നിങ്ങളുടെ ഭാര്യയാണല്ലോ ഞാൻ. ആണല്ലോ. ദേ, ഇവിടെ എനിക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ നിങ്ങളുടെ കൂടെ ആ റൂമിൽ. എപ്പോഴും നിങ്ങളുടെ കൂടെ കിന്നരിച്ചുകൊണ്ടിരിക്കാൻ നാലാൾ അറിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ നിങ്ങളെന്നെ. കുറച്ചുകൂടെ സമയം എനിക്ക് താ. നാലാളല്ല, നാട് മുഴുവൻ അറിഞ്ഞ് കെട്ടിക്കൂടെ കൂട്ടുന്നുണ്ട്. ആഹാ, തീരുമാനിച്ചു കഴിഞ്ഞോ? എൻ്റെ സമ്മതമൊന്നും വേണ്ട. നീ എന്താ ഇനി സമ്മതിക്കാനുള്ളത്? ഇപ്പം തന്നെ നീ എൻ്റേതല്ലേ. പിന്നെ നാട്ടുകാരെ കൂടെ ഒന്ന് അറിയിക്കണമെന്ന് മാത്രം. രാവിലെ കൂടെ എന്തോ സംശയം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതൊക്കെ മാറിയോ? നിന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എൻ്റെ സംശയമെല്ലാം മാറി. എങ്ങനെ കാണുമ്പോൾ? ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ. ഞാൻ സന്തോഷത്തോടെയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇല്ലെങ്കിൽ നീ ഇപ്പോൾ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നില്ലേ? കരഞ്ഞെങ്കിൽ മാത്രമേ സങ്കടമുള്ളൂ എന്നാ? ദേവൻ അവളെ സൂക്ഷിച്ചു നോക്കി. മനു എന്താ പറഞ്ഞത്? കുറേ പറഞ്ഞു, സങ്കടങ്ങൾ. കരഞ്ഞിരുന്നു എന്ന് തോന്നി. അവൾ അവൻ്റെ മുഖത്ത് നോക്കി വേദനയോടെ ചിരിച്ചു. പോകാം. അവളുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അവന് മനസ്സിലായി. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ പോന്നു. മനുവിൻ്റെ വീട്ടിലെ ഫംഗ്ഷന് പോകാനായി ഗൗരി ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ ദേവൻ റൂമിൽ നിന്ന് പോയി. ഉടനെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ ദിനേശൻ. ദേവൻ വീട്ടിലില്ലാത്ത ധൈര്യത്തിലാണ് അവൻ വന്നിരിക്കുന്നതെന്ന് ഗൗരിക്ക് മനസ്സിലായി. എന്താ വേണ്ടത്? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നീ തരുമോ? ദേ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ. സതീശൻ പുച്ഛത്തോടെ ചിരിച്ചു. എടി, നാണുണ്ടോടി അവന്? 5 കൊല്ലം മനസ്സിൽ കൊണ്ടു നടന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 5-6 മാസം കൂടെ കൊണ്ടു നടന്നു. ഇവിടെയും പല തവണ കയറി ഇറങ്ങിയിട്ടുണ്ട്. മറ്റവന്മാരുടെ കാര്യം ഇട്. അതെല്ലാം ആ മനുവിൻ്റെ അമ്മ പറയിപ്പിച്ചതാ. എന്നാൽ മനുവിൻ്റെ കാര്യം അങ്ങനെയല്ല. സത്യാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിന്നെപ്പോലൊരു പെണ്ണിനെ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കാൻ അവന് നാണുണ്ടോടി? അതും പോരാഞ്ഞിട്ട് ആ തള്ളയുടെ വിവാഹ വാർഷികത്തിൻ്റെ സദ്യ ഉണ്ണാനും നടക്കുന്നു. നാണോ മാനോ ഇല്ലാത്തവൻ. നിർത്തട എന്ന് ഗൗരി പറഞ്ഞതും സതീശൻ പകച്ചു. നാണോ മാനം കെട്ടവൻ നീയാടാ. കണ്ടിടം നിരങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെ തേടി പോകുന്ന നിനക്കാടാ നാണോ മാനോ ഇല്ലാത്തത്. എല്ലാ ആണുങ്ങളും നിന്നെപ്പോലെയാണെന്ന് കരുതണ്ട. മനുവേട്ടൻ്റെയും ദേവേട്ടൻ്റെയും പേര് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നിന്റെ ഈ ദുഷിച്ച കണ്ണുകൊണ്ട് നിന്റെ അമ്മയും പെങ്ങളെയും പോലും മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടില്ലെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയോടാ നിനക്ക്? നിർത്തടി എന്ന് പറഞ്ഞ് ദിനേശൻ ഗൗരിയുടെ കഴുത്തിനു നേരെ കൈകൊണ്ടുപോയതും മേശയുടെ വലിപ്പ് തുറന്ന് അതിൽ നിന്നൊരു കത്തിയെടുത്ത് അവൻ്റെ നേരെ വീശി. തൊട്ട അരിഞ്ഞു കളയും ഞാൻ. നിന്നെപ്പോലൊരു ആഭാസം താമസിക്കുന്നിടത്തേക്കാണ് വരുന്നതെന്നറിഞ്ഞ് മുൻകരുതലോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെടാ, മനുവേട്ടൻ്റെ കൂടെ 5-6 മാസം ഞാൻ നടന്നിട്ടുണ്ട്. മനുവേട്ടൻ പതിവായി ഇവിടെ വരാറുമുണ്ട്. അതൊക്കെ തുറന്നു പറഞ്ഞിട്ടും ദേവേട്ടൻ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മനുവേട്ടനെ എന്നെ നല്ലതുപോലെ മനസ്സിലാക്കിയതുകൊണ്ടാ. എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത്? കഴുത്തിൽ താലി കെട്ടിയ പെണ്ണായിട്ട് പോലും മറ്റൊരുത്തൻ കാത്തിരിക്കുന്ന പെണ്ണാണെന്നറിഞ്ഞ് മോശമായ രീതിയിൽ എന്നെ നോക്കിയിട്ട് പോലുമില്ല. നിന്റെ നോട്ടെത്തിയൊരു പെണ്ണാണെങ്കിൽ അവൾ പിഴച്ചിട്ടുണ്ടാവും. മഹാദേവൻ്റെ പെണ്ണാടാ ഞാൻ. അതുകൊണ്ടാ ഇത്രയും കാലം നിന്നെപ്പോലൊരു വൃത്തികെട്ടവൻ ഈ വീട്ടിലുണ്ടായിട്ടും എനിക്കൊന്നും സംഭവിക്കാതിരുന്നത്. 5 വർഷം മനസ്സിൽ കൊണ്ട് നടന്ന ഒരാൾ താലി കെട്ടിയിട്ടും അയാൾക്ക് എന്നെ സ്വന്തമാക്കാൻ കഴിയാതിരുന്നത്. പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഗൗരി തേങ്ങിക്കരഞ്ഞുപോയി. ദേഷ്യത്തോടെ കിതച്ച് കത്തി ദിനേശന് നേരെ ഒന്നുകൂടി നീട്ടി. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വീടാ ഇത്. പാരമ്പര്യം അനുസരിച്ച് പെൺമക്കൾക്കാ വീടിന് അവകാശം. അങ്ങനെ നോക്കുമ്പോൾ ഇതെൻ്റെ വീടാ. കള്ളത്തരം കാണിച്ച് എഴുതി വാങ്ങിയതെല്ലാം തിരിച്ചെഴുതി തന്നേക്ക് വേഗം. അല്ലെങ്കിൽ തന്തയും മകനും പോയി ജയിലിൽ കിടക്കും. എടി, നീ അവൻ്റെ ധൈര്യത്തിലാണോ ഇത്രയും നെകളിക്കുന്നത്? അതെടാ, എൻ്റെ ഭർത്താവിൻ്റെ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഇത്രയും നെകളിക്കുന്നത്.
ആരും ചോദിക്കാനും പറയാനും ഇല്ലാതിരുന്നപ്പോൾ തന്തയും തള്ളിയും മക്കളും എല്ലാം കൂടെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതല്ലേ. ഇപ്പം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും നട്ടലുള്ള ഒരുത്തൻ എൻ്റെ കൂടെയുണ്ട്. പോടാ എന്ന് പറഞ്ഞവൾ വാതിലടച്ചു. വാതിലടച്ചതും നെഞ്ചിൽ കൈവച്ച് ദീർഘനിശ്വാസം വിട്ടു. എൻ്റെ മഹാദേവ, എന്തൊക്കെയാ ഞാനിപ്പോൾ പറഞ്ഞത്? എവിടുന്ന് കിട്ടി എനിക്കിതിനുള്ള ധൈര്യം? ദേവേട്ടനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ലെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഈ വാക്കുകൾ, അതെങ്ങനെ വന്നു? അവൾ വീണ്ടും ദീർഘനിശ്വാസം വിട്ടു ചെന്ന് ഫംഗ്ഷന് പോകാനുള്ള സാരി ചുറ്റാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും ഡോറിൽ വീണ്ടും മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഭയന്നു. മഹാദേവ, വീണ്ടും വന്നോ? മറ്റാരെങ്കിലും കൂടെ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ച് ഒരു നിമിഷം നിന്നു. ദേവന്റെ പെർഫ്യൂമിൻ്റെ മണം തട്ടിയതും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ദേവേട്ടനാ, അവിടെ നിൽക്കട്ടെ, സാരി ചുറ്റിക്കഴിഞ്ഞിട്ട് തുറക്കാം. ദേവൻ വീണ്ടും ഡോറിൽ മുട്ടി. ഗൗരി, ഡോർ തുറക്ക്, ഞാനാ. ദേവേട്ട, 5 മിനിറ്റ് കൂടി, കഴിഞ്ഞിട്ടില്ല. ഇത്രയും നേരമൊക്കെയോ? വല്ലാതെ മേക്കപ്പൊന്നും ചെയ്യണ്ട. ഇല്ല, പെട്ടെന്ന് കഴിയും. കുറച്ചു നേരം കാത്തു നിന്ന ശേഷം ഗൗരി ഡോർ തുറന്നു. ദേവൻ അവളെ അടിമുടി നോക്കി. ഇതാരാ, അപ്സരസോ? അല്ല, ഗൗരി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാ, ആവശ്യത്തിന് വച്ചോ, കുറച്ച് വാങ്ങി തന്നുള്ളൂന്ന് പറയണ്ട എന്ന് പറഞ്ഞ് ഒരുണ്ട മുല്ലപ്പൂ അവൾക്ക് നേരെ നീട്ടി. ഇത്രയോ? ഇത്രയും അധികമൊക്കെ കല്യാണത്തിനല്ലേ വെക്കുന്നത്? ഇന്നലത്തെ പോലെ കുറച്ച് മതിയായിരുന്നു. കുറച്ചല്ല, കുറച്ചധികം വച്ചോ. ബാക്കി നാളെ രാവിലത്തേക്ക് എടുത്തു വച്ചോ. രാവിലെ നമുക്ക് അമ്പലത്തിൽ പോണം, എന്നിട്ടേ തിരികെ പോകുന്നുള്ളൂ. നിന്റെ മഹാദേവനെ എനിക്ക് ഒന്നുകൂടെ കാണണം. എൻ്റെ മഹാദേവന് ഇഷ്ടായോ? മുല്ലപ്പൂ മാലയിൽ നിന്ന് കുറച്ചെടുത്ത് ഗൗരി ചോദിച്ചു. നിനക്കിഷ്ടമുള്ളതെല്ലാം എനിക്കും ഇഷ്ടാ, അവൻ മുല്ലപ്പൂ മുടിയിൽ വയ്ക്കാൻ സഹായിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തിരിഞ്ഞു നിന്ന്, കഴിഞ്ഞു, സമയായില്ലേ, പോവാം. അവളെ വീണ്ടും കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിച്ചു നിർത്തി. കഴിഞ്ഞോ? എന്തോ കുറവുണ്ടല്ലോ. കുറവോ? എന്തു കുറവ്? അവൻ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് തുറന്ന് അതിൽ നിന്നൊരു ഡയമണ്ട് നെക്ലസ് എടുത്ത് അവളുടെ കഴുത്തിലിട്ടു. അവൾ അത്ഭുതത്തോടെ വായും തുറന്നു നിന്നു. ഇപ്പോൾ ഓക്കെ, പോവാം. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ദേവനും ഗൗരിയും മനുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ക്ഷണിച്ചിട്ടുള്ള അതിഥികളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരോടൊപ്പം ഗൗരിയുടെ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരും മനുവിൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഗൗരിയെയും ദേവനെയും കണ്ട് എല്ലാവരും അവളെ നോക്കി പരസ്പരം മുറുമുറുത്തു. മനു അവരെ നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കുന്നത് കണ്ട് മുറുമുറുപ്പ് കൂടി. രാജേശ്വരി അവരെ കണ്ടതും അണപ്പല്ല് കൂട്ടിഞ്ഞെരിച്ചു. മനു ദേഷ്യത്തോടെ രാജേശ്വരിയുടെ മുഖത്ത് നോക്കിയതും രാജേശ്വരി മുഖത്ത് ചിരി വരുത്തി അവരെ സ്വീകരിച്ചു. അതിഥികളെ നോക്കി മനു പറഞ്ഞു. ഈ ചടങ്ങിലെ സ്പെഷ്യൽ ഗസ്റ്റ് ഇവരാ, മഹാദേവനും ഗൗരിയും. ഗൗരിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, ഈ നാട്ടുകാരിയാ. മഹാദേവൻ ഗൗരിയുടെ ഹസ്ബൻഡാ.